നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് പുരസ്കാരം സമ്മാനിക്കുക ഈ മാസം 15-ാം തീയതി ലണ്ടനിൽ വെച്ചിട്ടാണ്. അതോടനുബന്ധിച്ച് തന്നെ ഫിഫ്രോ വേൾഡ് 11 പ്രഖ്യാപിക്കും. അതിനു വേണ്ടിയിട്ടുള്ള നോമിനേഷൻ ലിസ്റ്റ് ഇന്നലെ ഫിഫ പുറത്തുവിട്ടപ്പോൾ അതിൽ യൂറോപ്പിൽ കളിക്കാത്തൊരു താരം ഇടം പിടിച്ചിരിക്കുന്നു. മറ്റാരുമല്ല, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. തീർച്ചയായിട്ടും അപ്പോൾ ആരാധകർ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടാവും, മെസ്സി യൂറോപ്പിലല്ലല്ലോ കളിക്കുന്നത്, അദ്ദേഹവും ഇടം പിടിച്ചിട്ടില്ല എന്ന്. പക്ഷേ ഈ അവാർഡിന് വേണ്ടി കണക്കാക്കുന്ന സമയക്രമം നോക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് ലിയോ മെസ്സി കളിച്ചത് യൂറോപ്പിൽ തന്നെയാണ്. പുരുഷന്മാരുടെ അവാർഡിനായിട്ട് പരിഗണിക്കുന്ന സമയമെന്ന് പറയുന്നത് ഡിസംബർ 19, 2022 മുതൽ ഓഗസ്റ്റ് 20, 2023 വരെയാണ്. അപ്പം ആ സമയത്ത് ഭൂരിഭാഗവും ലിയോ മെസ്സി കളിച്ചത് യൂറോപ്പിൽ തന്നെയാണ്. അതേസമയം ക്രിസ്ത്യാനോ ഒരു കളി പോലും യൂറോപ്പിൽ ഈ ഒരു കാലഘട്ടത്തിൽ കളിച്ചിട്ടില്ല. അദ്ദേഹം വേൾഡ് കപ്പ് കഴിഞ്ഞ ഉടനെ 2022 വേൾഡ് കപ്പ് കഴിഞ്ഞ ഉടനെ സൗദി അറേബ്യയിലേക്ക് ചേക്കേറുകയായിരുന്നല്ലോ. അപ്പോൾ സൗദിയിൽ കളിക്കുന്ന താരത്തെ നോക്കുക, യൂറോപ്പിൽ നിന്നുള്ളവരാണ് മറ്റുള്ള എല്ലാ താരങ്ങളുമെങ്കിൽ സൗദിയിൽ കളിക്കുന്ന താരങ്ങളിൽ നിന്നൊരാൾ, അല്ലെങ്കിൽ യൂറോപ്പിന് പുറത്തുള്ള താരങ്ങളിൽ ഒരാൾ ഈ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നു. അതൊരു വലിയ നേട്ടം തന്നെയാണ്. ക്രിസ്ത്യാനോക്ക് മാത്രമേ ഇത്തവണ ആ ഒരു നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ഗോൾ കീപ്പർമാരുടെ ലിസ്റ്റിൽ 3 പേര്, കോർട്ടുവ, എഡേഴ്സൺ, അതുപോലെ തന്നെ എമി മാർട്ടിനസ്, 3 പേരും യൂറോപ്പിലാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഡിഫൻഡർമാരുടെ ലിസ്റ്റിലേക്ക് പോവുകയാണെങ്കിലും എല്ലാവരും യൂറോപ്പിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതിലുള്ളത് ഇപ്പോൾ റൂബൻ ഡയസ്, വെർജിൽ വാൻ ഡൈക്ക്, എദർ മിലിറ്റാവോ, അന്റോണിയോ റൂഡിഗർ, ജോൺ സ്റ്റോൺസ്, കെയിൽ വാക്കർ എന്നിവരാണ്. പിന്നെ മിഡ്ഫീൽഡേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്താലും എല്ലാവരും യൂറോപ്പിൽ തന്നെ കളിക്കുന്നവരാണ്. ജൂഡ് ബെല്ലിംഗാം, കെവിൻ ഡി ബ്രൂയിനെ, ഇൽക്കെ ഗുണ്ടോഗൻ, ലൂക്ക മോഡ്രിച്ച്, റോഡ്രി, ബെർണാഡോ സിൽവ, ഫെഡെ വാൽവെർദെ. ഫോർവേഡ്മാരുടെ ലിസ്റ്റ് എടുത്താൽ കരീം ബെൻസീമ ഇപ്പോൾ അൽ ഇത്തിഹാദിലാണെങ്കിലും ഈ പറഞ്ഞ കാലഘട്ടത്തിൽ അദ്ദേഹം റയൽ മാഡ്രിഡിലായിരുന്നല്ലോ പ്രധാനമായും കളിച്ചത്. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മാത്രമാണ് അദ്ദേഹം സൗദിയിലേക്ക് പോയത്. അപ്പോൾ കുറേ ഭാഗം അദ്ദേഹം കളിച്ചത് യൂറോപ്പിൽ തന്നെയാണ്. കരീം ബെൻസീമയും, എർലിംഗ് ഹാലൻഡും, ഹാരി കെയ്നും, കിലിയൻ എംബാപ്പയും, ലിയോ മെസ്സിയും, ക്രിസ്ത്യാനോയും, വിനി ജൂനിയറുമാണ് ലിസ്റ്റിലുള്ളത്. അതിൽ ക്രിസ്ത്യാനോ മാത്രമാണ് യൂറോപ്പിൽ ഒട്ടും ഈ കാലഘട്ടത്തിൽ കളിക്കാത്ത ഒരാൾ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ നോമിനേഷൻ ലിസ്റ്റാണിത്. ഇതിൽ നിന്ന് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക എന്ന് എല്ലാവർക്കും അറിയാം. പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് 25,000-ലധികം പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് വോട്ട് ചെയ്തിട്ടാണ് ബെസ്റ്റ് 11 തീരുമാനിക്കുക. അതിൽ ഗോൾ കീപ്പർമാരുടെ പൊസിഷനിൽ ഒരാളുണ്ടാവും. പിന്നെ ഡിഫൻഡർമാരുടെ പൊസിഷനിൽ 3 പേര്, ഏറ്റവും അധികം വോട്ട് ലഭിക്കുന്ന 3 പേര്. അതുപോലെ മിഡ്ഫീൽഡർമാരുടെ പൊസിഷനിൽ ഏറ്റവും അധികം വോട്ട് ലഭിക്കുന്ന 3 പേര്. ഫോർവേഡ്മാരുടെ പൊസിഷനിൽ ഏറ്റവും അധികം വോട്ട് ലഭിക്കുന്ന 3 പേര്. അങ്ങനെ 10 പേരാകും. 11ാമത്തെ ആൾ ഗോൾ കീപ്പർ അല്ലാത്ത പൊസിഷനുകളിൽ ഏറ്റവും അധികം വോട്ട് ലഭിക്കുന്ന, നെക്സ്റ്റ് ബെസ്റ്റായിട്ട് വോട്ട് ലഭിക്കുന്ന ആളായിരിക്കും ഉണ്ടാവുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.